അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ശ്രേഷ്ഠരായ ഭക്തർക്കും സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. എന്ന് ശിഷ്യ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. ഏതാ ദിവസം? എന്താ ദിവസം? നരസിംഹാവതാരം. ഹരേ കൃഷ്ണ. അപ്പം ആ പ്രഥമ സ്കന്ധത്തിലെ ആ നരസിംഹ അവതാരത്തിലെ ശ്ലോകം ഒന്ന് എടുത്തു വെച്ചിരിക്കണേ. അതുപോലെ തന്നെ ദശാവതാര സ്തോത്രം ആർക്കും ചെയ്യാൻ എങ്കിൽ അതും എടുത്തു വെച്ചിരിക്കുക. ഉടനെ വായിക്കണം. ഓക്കെ, പറയാം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇത് രണ്ടും പ്രഥമസ്കന്ധം എൻ്റെ അടുത്ത് ഞാൻ നോക്കണം. പ്രഥമസ്കന്ധത്തിലെ നിർദ്ദിഷ്ട അവതാരങ്ങൾ എന്ന ഭാഗം, അതില് നരസിംഹ അവതാരം. തവകര കമലവരി നഖം അത്ഭുത ശൃംഖം ദളിത ഹിരണ്യകശിപൂർത്തനുഭൃംഗം കേശവധൃത. രൂപ ജയ ജഗദീശ ഹരേ. എന്തോ ഏത് ബുക്കാണ്? പ്രഥമസ്കന്ധമാണ്. പ്രഥമസ്കന്ധത്തിലെ നിർദ്ദിഷ്ട അവതാരങ്ങളുള്ളത്. നിർദ്ദിഷ്ട അവതാരങ്ങൾ ഇപ്പം നരസിംഹ അവതാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ? നരസിംഹാവതാരം വളരെ പെട്ടെന്ന് നേരത്തെ നരസിംഹാവതാരമായിട്ട് എന്തോ നരസിംഹാവതാരമായിട്ട് വന്നു. ഭക്തി തെളിയിക്കാൻ വേണ്ടിട്ട് ഒന്നിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ. നരനും സിംഹവുമായിട്ട് വന്ന അവതാരം, മനുഷ്യനും സിംഹവുമായിട്ട് വന്ന അവതാരം. പിന്നെ ഇവിടെ പറഞ്ഞ അവതാരം ഏതാ? ഓരോന്ന് പറഞ്ഞോളൂ. അടുത്തത് പറഞ്ഞു. പ്രഹ്ലാദ മഹാരാജന് വേണ്ടിയിട്ട് അവതരിച്ചത്. പ്രഹ്ലാദ മഹാരാജന് ഭക്തി തെളിയിക്കാൻ വേണ്ടി ഭക്തന്റെ അവതരിച്ചത്. ഭക്തന്റെ അഭിഷ്ടം. ഒരു മിനിറ്റ്. ഞാൻ പറയാം. രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചു. ശ്രീദേവി മാതാജി പറഞ്ഞോളൂ. പ്രഹ്ലാദ മഹാരാജാവിന്റെ ഭക്തിയുടെ ഇത് തെളിയിക്കാൻ വേണ്ടി ഭഗവാന് നരസിംഹ അവതാരമായിട്ട് പ്രഹ്ലാദ മഹാരാജന്റെ ഭക്തി തെളിയിക്കാനായിട്ട്. അച്ഛൻ മാതാജി എന്താ പറഞ്ഞത്? പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. ജയമാതാജി എടുത്തിട്ട് വരാം. അച്ഛൻ മാതാജി എന്താ പറഞ്ഞത്? ഹരേ കൃഷ്ണ. ഭക്തൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. ഭക്തൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. ജയമാതാജി പറഞ്ഞോളൂ. ജയമാതാജി എന്താ പറഞ്ഞല്ലോ? പറഞ്ഞോളൂ. കേട്ടില്ല, സൗണ്ട് കുറവ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബ് ഉണ്ടോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരെയും പറയാൻ പറഞ്ഞത്. ജയമാതയുടെ സൗണ്ട് കേൾക്കാനില്ല. ഹരേ കൃഷ്ണ. ഒട്ടും എന്തോ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി വേറെ ആരെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോണം. വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. പറഞ്ഞോണം. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞോളൂ. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുക. അത് ഭക്തന്റെ അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ അവതാരം. ഹരേ കൃഷ്ണ പ്രഭു. ഒരു ഭക്തന്റെ കൊടുത്ത വാക്ക് പരിപാലിക്കാൻ വേണ്ടി, ആ പ്രോമിസ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അവതാരം ഉണ്ടായിട്ടുള്ളത്. ഭക്തന് വേണ്ടിയിട്ട് എവിടെയും എന്തും ഏത് രീതിയിലും ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ള തെളിവാണ് നരസിംഹ അവതാരം. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. രാജമാതാജി പറഞ്ഞോളൂ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അവതരിച്ചു. എല്ലാത്തിനും ഉപരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു പഴയ പാട്ടിലെ 2 വരികൾ പാടാം. മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി
കാരുണ്യവനായി മനസ്സിലുദിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. ആ, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ശരി. പിന്നെ പുസ്തകം എടുത്തായിരുന്നു അവതാരങ്ങളിൽ. അതുപോലെ തന്നെ ദശാവതാരം ആര് പാടുന്നു തീരുമാനിച്ചു? ശരി, അങ്ങോട്ട് വരാം. ഇവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് വരികൾ എടുത്തെടുത്ത് ഓർമ്മിക്കാനുള്ളത്, ബാക്കി എല്ലാ അവതാരങ്ങളും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെങ്കിൽ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം പ്രജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മസ്ഥാപനാർത്ഥായ ഭവാമി യുഗേ യുഗേ. ഇതെല്ലാം യുഗം തോറും അവതരിക്കുന്നു. പക്ഷേ ഈ ഒരു അവതാരം വന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. പേഴ്സണിഫൈഡ് ഫോമാണ്, കസ്റ്റമൈസ്ഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അചഞ്ചലമായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം. ആ വിശ്വാസം ശരിയാണ് എന്ന് തെളിയിക്കേണ്ടത് ഭഗവാന്റെ ബാധ്യതയായിരുന്നു ആ ഭക്തന്റെ മുന്നിൽ. നമുക്ക് ഭഗവാനെ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? അഹം ഭക്ത ഞാൻ ഭക്തനാൽ ബന്ധിക്കപ്പെടുന്നു. ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ഒന്നിനും സ്തുതി ചെയ്യുന്നില്ല, എല്ലാവരും എന്നിലാണ് സ്തുതി ചെയ്യുന്നത്, ഞാൻ സ്വതന്ത്രനാണ്. പക്ഷേ മറുവശത്ത് പറയുന്നു, ഇതെല്ലാം ഒരു ഗുരുവിന്റെ സഹായത്തോടെ മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ. പഠിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ. അഹം ഭക്തപരാധീനം. ഞാൻ എന്താ പറഞ്ഞത്? ഞാന് ഭക്തനാണ്. അപ്പം ഭഗവാനും കണ്ടീഷണലാണ്. ഇല്ലേ? വേറെ വശത്തൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും കണ്ടീഷണൽ. അതാരെ കൊണ്ടാണ്? ഭക്തന്മാരെ കൊണ്ട്. ശരിയല്ലേ? ആണോ അല്ലേ? 16,108 ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ആരുടെ കൂടെ പോയി? ആരുടെ കൂടെ പോയി? ഭക്തന്മാരുടെ കൂടെ. ആരുടെ കൂടെ? പേരെടുത്ത് പറ. പേരെടുത്ത് പറ. അർജുനന്റെ കൂടെ പോയി. അന്തത്ര പറയാൻ മടി. അർജുനന്റെ കൂടെ പോയി. എത്ര ദിവസം? എത്ര ദിവസത്തേക്ക്? 18 ദിവസത്തേക്ക്. 18 ദിവസത്തേക്ക് യുദ്ധം നടക്കുന്ന സമയത്ത്. യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമേ പോയുള്ളൂ? അല്ലാതെ കൂടെ ഉണ്ട്. അല്ലാതെ എങ്ങനെ? പറഞ്ഞാട്ടോ. അല്ല, ഉത്തരാദേവിയുടെ ഗർഭത്തിൽ നിന്ന് അന്നേരം മാത്രമേ പോയുള്ളൂ? അതുവരെ ഉണ്ടായിരുന്നു. വനവാസ സമയത്ത്. അതെന്താ മറന്നു പോകുന്നത്? കൃഷ്ണ 36 വർഷമായി. എന്തോ 36 വർഷം. വനവാസത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 36 വർഷം. 14 വർഷം. 14 വർഷം വനവാസം അർജുന്റെ കൂടെ പോയില്ലേ? 14 വർഷം അർജുന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ പറയാൻ മടി? ഇതെല്ലാം ഓർമ്മിക്കണം നമ്മൾ. ഇത് ഓർമ്മിക്കേണ്ടത്. ഇത് ആഘോഷങ്ങളെല്ലാം ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ചരിതങ്ങൾ,
ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത അനുകമ്പകൾ, ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഉത്സവം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു കീർത്തനമോ മാത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല. ആ കീർത്തനങ്ങളെല്ലാം ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ട ദിവസം. 16,108 ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് പോകാൻ ഇവിടെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഉപേക്ഷിച്ചെന്നുള്ളതല്ല, ഉപേക്ഷ ക്ഷമിക്കണം, മാറി നിൽക്കുക. അയ്യോ, ഭാര്യ വഴക്ക് പറയും, വൈകിട്ട് അങ്ങോട്ട് നേരത്തെ കയറി ചെല്ലണം. ആ ആ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങോട്ട് പോകാണ്ട് ഒന്ന് സത്സംഗത്തിന് വരാൻ പറ്റുമോ? ഇന്നലെ ഞാൻ ഭാര്യയോട് കമ്മിറ്റ് ചെയ്തു പോയി, അവരുടെ ഏതാണ്ടൊരു ഫങ്ഷൻ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം. അല്ലേ? അപ്പം അങ്ങനെ സങ്കീർണമായ ഒരു കാലഘട്ടമാണ് നമുക്ക്. അപ്പോഴാണ് 16,108 ഭാര്യമാരെ ഉപേക്ഷിച്ച് ഭഗവാൻ അർജുനന്റെ കൂടെ പോയത്. ഇനി അതിലും വലിയ ക്രൂരമായ ഒരു രംഗം ഗോപികമാരുടെ മുന്നിലാണെങ്കിൽ, അല്ലേ? ഏതാണ്? രാധാറാണിയാണ്. ആ, അവരെല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ട് പോയി? മധുരയിലേക്ക്. വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റാണ്. വളരെ സെൻസിറ്റീവ്. ആ സെൻസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റ് ഹൃദയ വേദനയോടെ തിരിച്ചറിഞ്ഞതാരാ? തിരിച്ചറിഞ്ഞേ? ബലരാമൻ അല്ല, ഉദ്ധവൻ. ആ, പിന്നെ ആരെയാ പറഞ്ഞു വിട്ടത്? ഭഗവാൻ. അക്രൂരന്റെ ഹൃദയം തകർന്നുപോയി. അക്രൂരന്റെ ഹൃദയം തകർന്നുപോയി. അല്ല, അക്രൂരൻ വിളിച്ചോണ്ട് പോവല്ലേ ചെയ്തേ? വിളിക്കാൻ പോയത് ഗോപികമാരുടെ ശാപവാക്ക് കേട്ടിട്ട് അക്രൂരനല്ല ക്രൂരനാന്ന് പറഞ്ഞു. അത് വിളിക്കാൻ പോയത്, കൃഷ്ണനെ വിളിച്ചോണ്ട് പോയത്. അതെ. പിന്നെ മെസ്സേജ് കൊടുത്തു വിടും. അതാരുടെയിലാണ്? ഉദ്ധവര്. തിരിഞ്ഞു പോകരുത് ഇതൊന്നും. ഉദ്ധവരുടെ ഹൃദയം തകർന്നു. ഉദ്ധവര് വലിയ ജ്ഞാനത്തോടെ വരുന്നതാ. ആ ജ്ഞാനം, എൻ്റെ അറിവ് ഗോപികമാരുടെ ഭക്തിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സറണ്ടർ ചെയ്ത രംഗങ്ങളാണ്. അല്ലേ? ആണോ? അല്ലേ? യോഗിനാമപി സർവേഷാം, ശ്ലോകം ഏതാ? യോഗിനാമപി സർവേഷാം. പറഞ്ഞാട്ടെ. മറന്നു എന്താ? കേൾക്കുന്നില്ല ആരും? കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് എന്നാ പറഞ്ഞാട്ടെ. ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലില്ല. പിന്നതാ? 6:47 പറഞ്ഞാട്ടെ. എടുക്കട്ടെ പ്രഭു. സർവേഷാം ശ്രദ്ധാവാൻ ഭജതേ യോ മാം സാമേ യുക്തതമോ മദഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് പൂർണ്ണവിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. എന്നോട് പൂർണ്ണവിശ്വാസത്തോടെ എന്നോട് എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമൻ. അതായിരുന്നു ഗോപികമാരുടെ ഭക്തി. അതായിരുന്നു
അർജുനന്റെ ഭക്തി. അതായിരുന്നു ഇവിടെ ഇവിടെ ആരുടെ ഭക്തി? പ്രഹ്ലാദന്റെ. ആ പ്രഹ്ലാദന്റെ ഭക്തി. ആരാ പ്രഹ്ലാദൻ? പ്രഹ്ലാദനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഹിരണ്യേശ്വരൻ. ആ അസുരപുത്രൻ. ഹിരണ്യേശ്വരന്റെ. അങ്ങനെയാണോ? കല്യാണക്കുറിയൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? അച്ഛനെ അമ്മയെ അറിയത്തില്ലെങ്കിൽ അപ്പൂപ്പന്റെ പേരൊക്കെ അങ്ങ് കൊടുക്കും. ഇന്നാരുടെ മകനാന്ന് അങ്ങോട്ട് പറഞ്ഞു, ഇന്ന കുടുംബത്തിലാണ്, 4 പേര് അറിയട്ട്. ആ ആ ഹിരണ്യേശ്വരവും ഹിരണ്യകശിപു സുനീതിയുടെ. ആ കയ്യാത്തുണ്ട്. അതെ. അങ്ങനെ അവിടെ എന്തുകൊണ്ട് പ്രഹ്ലാദൻ അങ്ങനെ ഒരു ജന്മം കിട്ടി? ഉം. നാരദന്റെ ബലി സഹ മഹാരാജ ആ ബലി മഹാരാജാവിന്റെ ചവിട്ടി താത്തുന്ന സമയത്ത് എന്റെ മകനായിട്ട് ഭഗവാൻ ജനിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. ആ അമ്മയുടെ പേര് കയ്യാത്തു എന്നെങ്ങാണ്ടാണ്. ആ ആ പ്രയാസു. അപ്പൊ അങ്ങനെ ആണ് ആ ആശ തീർക്കാൻ വേണ്ടി മകനായിട്ട് ജനിക്കും. ഉം. പിന്നെ അതുകൂടാതെ ആ. നാരദമുനി ഉം. നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ട് ശുക്രാചാര്യന്റെ കുടുംബത്തില് ജനിക്കുകയും ഗർഭാവസ്ഥയില് നാരദമുനിയുടെ ഉപദേശം കേൾക്കുകയും. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. ഗർഭാവസ്ഥയിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി. സാഹചര്യം, നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നോട്ട് ദ പോയിന്റ് എന്ന് പറയേണ്ട കാരണം എന്താ കാര്യം? ഒരു സ്ത്രീ വിവാഹം ചെയ്ത് അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഭഗവത് സ്മരണയോടെ ആയിരിക്കണം. അതുപോലെ 9 മാസം ഗർഭാവസ്ഥയിൽ ആ ഗർഭത്തിലിരിക്കുന്ന ആ ഗർഭസ്ഥ ശിശുവിന് ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം വളരെ സീരിയസ് സബ്ജക്റ്റായിട്ട് എടുക്കണം. വളരെ സെൻസിറ്റീവാണ്. ഈ ലോകത്തിലേക്ക് വരേണ്ടതാണ്. ഈ സമൂഹത്തിൻ്റെ മാതൃകയാവേണ്ടതാണ്. ഭഗവാന്റെ എല്ലാത്തിനുമുപരി ഭഗവാന്റെ സേവകനാകേണ്ടതാണ്. അത്രയും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സ്ത്രീ എടുക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനോട് ആ രീതിയിലായിരിക്കണം ബാക്കി എല്ലാ പെരുമാറ്റങ്ങളും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അവിടെയാണ് വീണ്ടും ഭക്തിയുത സേവനം എവിടെ നിന്ന് ആരംഭിക്കുന്നു? ഭക്തിസാമൃത സിന്ധുവിൽ പറയുന്നു, എന്താണ്? സേവനോന്മുഖേഹി സേവനം. പറഞ്ഞേട്ടെ. കൃഷികേശ അതിന്റെ ഒരു ലൈൻ പറഞ്ഞ ഭക്തി തത്പരത്തേന നിർമ്മല. അല്ല, അത് വേറെ ശ്ലോകമാണ്. തത്പരത്തേന നിർമ്മല. അതിന്റെ ഇടയ്ക്കുള്ള ഭക്തി ഉത്തമ, അങ്ങനെ അല്ല, ഭക്തി രുച്ചതി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ എന്തോ എടുക്കണോ പ്രഭു? അതാ ശ്രീകൃഷ്ണനാമാദി യാസ്യമേന്ദ്രിയേ ഋഷികേന കൃഷികേശ. അല്ല, സേവനോന്മുഖേ ജിഹ്വാദോ സ്വയം ഏവ പുരസ്ത്യത.
ആ സ്വയം ഏവ സ്ഫുരത്യത. ആ ഹരിബോൾ. അർത്ഥം അതായത് ഉം. ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവാതെ ഒരു നോർമലായിട്ട് പറയാം. ആ അതെ, ഇന്ദ്രിയങ്ങളുടെ പുറകെ അതിന് പോകാതെ പറയൂ. ആ ഋഷികേശനായ ഭഗവാന്റെ സേവനത്തിൽ നമ്മുടെ നാവ് കൊണ്ടും ചെവി കൊണ്ടും സേവനം ചെയ്യുമ്പോൾ ആണ് ഭക്തി ആ, മുളയ്ക്കുന്നത്. ആ അപ്പം എവിടുന്നാണ് തുടങ്ങുന്നത് സേവനോന്മുഖം? സേവനം എവിടുന്നാണ് തുടങ്ങുന്നത്? കേൾവിയും ശ്രവണം കീർത്തനം. അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജിഹ്വാദോ, അതായത് നാവ് ആ കൊണ്ട്, നാമത്തിൽ. നാവിൽ നിന്ന്. ആ നാവിൽ നിന്ന്. അപ്പൊ നാവിലൂടെ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാ? ആദ്യം നാമം ചൊല്ലലും പിന്നെ പ്രസാദം ആ ഗ്രഹിക്കലും. നാമം ചൊല്ലലും പ്രസാദം കഴിക്കലും. അപ്പം ശ്രവണം എന്നതിലുപരി പ്രഭു പറഞ്ഞത് കറക്റ്റാണ്, ശ്രവണത്തിലൂടെ. പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞ് ജിഹ്വാദി എന്ന് പറയുമ്പോൾ അതിനും ഒരു അന്തർലീനമായ ഒരു ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ തോന്നും, എന്തുകൊണ്ടാണ് ശ്രവണമാണല്ലോ, പിന്നെന്താ ഇവിടെ സേവനോന്മുഖേ ജിഹ്വാദി, അപ്പം നാവിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രസാദം കഴിച്ചു തുടങ്ങുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. പിന്നെന്താണ് ജിഹ്വാദി എന്ന് പറയുന്നത്? ശ്രവണം, ജിഹ്വാദി എന്ന് പറഞ്ഞാൽ അതായത് ശ്രവണത്തിൽ കൂടെ ശുദ്ധീകരണം നടക്കും, നാമത്തിൽ കൂടെ പാപഫലങ്ങൾ ഇല്ലാതാകും. അവിടെയാണ് വീണ്ടും നോട്ട് ദ പോയിന്റ് വരുന്നത്. ഒരു ശിശു ആഹാരം കഴിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അമ്മയുടെ പൊക്കിൾ കൂടി. ഒന്ന് പുറത്തു വന്നിട്ട് അമ്മയുടെ പാല്. മുലപ്പാലാണ്. അപ്പോൾ ആ പാൽ എങ്ങനെയുള്ളതായിരിക്കണം? സ്നേഹവും വാത്സല്യവും മധുരവും എല്ലാം ഉണ്ടായിരിക്കും. ശുദ്ധമായിരിക്കണം. ശുദ്ധമായിരിക്കണം. ആ ശുദ്ധത എങ്ങനെ ഉണ്ടാകും? എങ്ങനെയുണ്ടാകും? കഥാശ്രവണത്തിൽ കൂടെ. അല്ല, ആ അമ്മയുടെ ഭക്തിയുദ്ധ സേവനത്തിലൂടെ. അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടും. കീർത്തനങ്ങൾ പാടുന്നതിലുപരി ആ അമ്മ പ്രസാദം കഴിച്ചു തന്നെ ആ 9 മാസം കഴിക്കണം. ഒരു നിഷ്ഠയാണ്, ചെറുതല്ല ഒരു കാര്യം. കുഞ്ഞുങ്ങളെ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം, ഏത് നായിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ആണോ അല്ലേ? അതെ. അപ്പോൾ ആ 9 മാസം ഭഗവാന്റെ പ്രസാദം മാത്രം കഴിച്ച് ആ കുഞ്ഞിനെ ഗർഭത്തിൽ വളർത്തണം. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ വീണ്ടും ആ അമ്മയുടെ നിഷ്ഠ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ പ്രസാദം കഴിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് എന്താ? മുലപ്പാല്, പാല്. അപ്പം സേവനോന്മുഖേ ജിഹ്വാദോ, ആ കുഞ്ഞിന്റെ നാവിലേക്ക് എന്താണ് പോകുന്നത്? സത്താണ്. എന്തിന്റെ സത്ത്? പ്രസാദം. ആ പ്രസാദം, ഭക്തിയുടെ സത്താണ് പോകുന്നത്. ആണോ അല്ലേ? PhD എടുക്കാനുള്ള സബ്ജക്റ്റാ. സത്യം പറയാ, ഇത് വെറുതെ കാണരുത്. നമ്മുടെ ശാസ്ത്രത്തിന്റെ ഓരോ വരിയും ആ വരിയിൽ നിന്ന് എടുത്ത് PhD എടുക്കാനുള്ള സബ്ജക്റ്റാ. കുറിച്ചു വെക്കണം. അപ്പൊ അങ്ങനെ ഇവിടെ അച്ഛന്റെ മുന്നിൽ ആ ഒരു വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. നോക്കണം, ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ ഏത് കഷ്ടപ്പാടിൽ നിൽക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം, എല്ലാ കഷ്ടപ്പാടിനെയും തരണം ചെയ്തിട്ടാണ് പ്രഹ്ലാദൻ വന്നത്. അഗ്നിയിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന് എടുത്തെറിഞ്ഞിട്ട്, സമുദ്രത്തിൽ നിന്ന്, ഇല്ലേ,
ആണോ അല്ലേ? എന്തെല്ലാം സ്വന്തം അച്ഛൻ എന്തെല്ലാം രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചുവോ, വധിക്കാൻ ശ്രമിച്ചുവോ, അവിടെ നിന്നെല്ലാം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഒരേ ഒരു വചനത്തിന് സാധിക്കും. ഏതാ വചനം? ഏതാ വചനം? നാരായണമന്ത്രം. നാരായണ. കലിയുഗത്തിൽ വരുമ്പോ എങ്ങനായിരിക്കും വരേണ്ടത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം കൊണ്ടും മാത്രം ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് ആര് കാണിച്ചു നമ്മുടെ മുന്നിൽ? പ്രഹ്ലാദൻ കാണിച്ചു. ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉത്സവങ്ങൾ നമുക്കുണ്ടാകും. കൃഷ്ണ ഭഗവാനെ, ആ കുഞ്ഞിന്റെ, ആ 4-5 വയസ്സുള്ള കുഞ്ഞിന്റെ ആ ശബ്ദത്തെ അംഗീകരിച്ചുകൊണ്ട് ആ ദൃഢമായ വിശ്വാസത്തെ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കൃഷ്ണ നരസിംഹാവതാരത്തിൽ വന്നല്ലോ. തവ കര കമലവരേ നഖം ഹിരണ്യകശിപു നരഹരിരൂപ ജയ ജഗദീശ ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, തവ കര കമലവരേ നഖം അത്ഭുത ശൃംഖ ദാനിക ഹിരണ്യകശിപു തനുവൃന്ദ നരഹരിരൂപ ജയ ജഗദീശ ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ. ഹരേ കൃഷ്ണ. അപ്പം ഈ അവതാരം എടുക്കുമ്പോഴും ഭഗവാൻ അവിടെ വീണ്ടും ഒരു ട്രിക്കി വേ ചെയ്തു. എന്താ? ഭഗവാൻ വെറുതെ ഒന്നും എടുത്തു വരത്തില്ല. ഇപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ മറ്റൊരു ട്രിക്കി വേ കൊണ്ടുവന്നു. ആ മഹിമയാണ്, ആ ഒരു പ്രത്യേകതയാണ് നരനും സിംഹവുമായിട്ട് വന്ന അവതാരം. അവർ അത്ര വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഒരാളെ പഠിച്ചുകൊണ്ട്, ഒരാളെ അനലൈസ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മളും വേറൊരു ഉദ്യമത്തിനോട് പോകുമ്പം, നമ്മളൊരു ടാസ്ക് എടുക്കുമ്പം ആ ടാസ്കിനെ നമ്മൾ വളരെ കൃത്യതയോടെ ചെയ്യാനും അത് വിജയിക്കാനുമുള്ള പശ്ചാത്തലങ്ങൾ നമ്മൾ കാണണം. നമ്മൾ റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത് എങ്ങനെയാണത് പ്രസന്റ് ചെയ്യേണ്ടത് ഇതെല്ലാം നോക്കണം. ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് പ്രസന്റ് ചെയ്തത്, ആണോ അല്ലേ? വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു കാര്യത്തിനോട് സമീപിക്കുമ്പോൾ ആ സമീപനം വളരെ കൃത്യമായിരിക്കണം. എല്ലാ ലൂപ്പ് ഹോൾസും ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലൂപ്പ് ഹോൾസും ബൈപ്പാസ് ചെയ്യണം. നോക്കണം. ഈ അടുത്ത് ഞാൻ പെട്ടെന്ന് ഒരു ഉദാഹരണം നോക്കിയതാണ്. അല്ലേ, അത് ഒരു പക്ഷേ അനുയോജ്യമായിരിക്കത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ നോക്കൂ. ഒരു മോക്കപ്പ് ഡ്രില്ല് 7 മണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വൈകിട്ട് 6 മോക്കപ്പ് ഡ്രില്ലിനോട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ കൃത്യം എപ്പോഴാണ് നടന്നത്? കൃത്യത എപ്പോൾ നടന്നു? അതിന് മുന്നേ നടന്നോ അല്ലേ? അന്ന് തന്നെ അതിന് മുന്നേ, ആ സമയത്തിന് മുന്നേ നടന്നു. അല്ല പ്രഭുജി, അതായത് മോക്കപ്പ് ഡ്രില്ല് കഴിയുന്നത് 7:30 മുതൽ 9 വരെ. പക്ഷെ സംഭവം നടന്ന 1:10 അതിന് മുമ്പായിട്ട് 7-ാം തീയതി രാവിലെ. അവിടെ പറഞ്ഞത് ഇതെല്ലാം ഒരു കൃത്യതയാണ്. ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ആ കൃത്യത ഉണ്ടായിരിക്കണം. ആ കൃത്യത ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുകയും. നമ്മൾ അർജുനനെ കണ്ടുപഠിക്കണം. അപ്പോൾ ഭഗവാൻ വളരെ കൃത്യമായിട്ട് വന്നു. ഇവന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ്. പഠിച്ചിട്ട് വരികയാണ്. എങ്ങനെ വന്നു? ത്രിസന്ധ്യാ സമയത്ത് ബ്രഹ്മാവ് കൊടുത്ത എല്ലാ വരങ്ങളും ബൈപ്പാസ് ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിനെ അവിടെ റെസ്പെക്ട് ചെയ്യുന്നു.
ഭഗവാനെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം, പക്ഷേ ബ്രഹ്മാവിനും അവിടെ റെസ്പെക്ട് കൊടുക്കേണ്ടിടത്തെല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. നോക്ക്, നിരപരാധികളെ, അതായത് സാധാരണ ജനങ്ങളെ ഒഴിവാക്കി ഇപ്പോഴത്തെ യുദ്ധത്തിന്. ശരിയല്ലേ? ആണോ? അല്ലേ? അതെ, വളരെ നോക്ക്, ഒഴിപ്പിച്ചു ഇതെല്ലാം വളരെ കൃത്യമാണ്. ഭഗവാന്. ഇവിടെ നോക്കൂ, ഭഗവാൻ വളരെ കൃത്യമായ ഒരു സന്ദേശത്തോടു കൂടിയാണ് വന്നത്. എന്നിട്ട് അവിടെ ഒരു സന്ദേശം കൊടുത്തു. എന്താണ്? ദ്യൂതം ചലയതാം അസ്മി. ഏതാ ശ്ലോകം ഭഗവത്ഗീതയിൽ? ഏതാ ശ്ലോകം പറഞ്ഞിട്ട്? ആ ആ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിലെ വിഭൂതി വിസ്തര യോഗത്തിലല്ലേ വരുന്നത്? അല്ലേ പ്രഭു? പത്താമത്തെ അല്ല, പത്താമത്തെ 11ാമത്തെ അധ്യായത്തിൽ അല്ല, 10-ലല്ലേ? പിന്നെ വി- നോക്കട്ടെ. വിഭൂതി യോഗം. 10ാമത്തെ. ആ, എടുത്താട്ടെ. 10ാം അധ്യായം വിഭൂതി യോഗം. ആ, 10-ൽ-36 എടുത്താട്ടെ. അത് നോക്കട്ടെ. ഏതാ 30? 10-36 എടുത്താട്ടെ. വായിക്കട്ടെ പ്രഭു. വായിച്ചാട്ടെ. യൂതം ചലയതാമസ്മി തേജസ്തേജസ്സിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. വിവർത്തനം. വിവർത്തനം. ശ്രീല പ്രഭാതിക്ക് ജയ്. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. അത് തലേനെന്താ? വഞ്ചകരുടെ ചൂതുകളെയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. അതിനപ്പുറത്തിട്ടൊന്നുമില്ല. അതായത് കള്ളന് കഞ്ഞി വെച്ചവനാണെന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. പറ്റുമോ? പറ്റുമോ? പറ്റൂല്ലേ? ഭഗവാന്റെ സൃഷ്ടിയല്ലേ പ്രഭു? എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അതെ, എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പം തെറ്റും ശരിയും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കളി പഠിപ്പിക്കാൻ ചെല്ലരുത് എന്നർത്ഥം. അപ്പം അത് കൃത്യമായ രീതിയിൽ എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ശരി, പണി കൊടുക്കുകയും വേണം. പണി കൊടുത്തോ? എത്ര വിദഗ്ധമായിട്ട് ഭഗവാൻ അവിടെ അവതരിക്കുന്നു! എത്ര വിദഗ്ധമായിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കുന്നു! ഒരു ഭക്തന്റെ വാക്ക് നിറവേറ്റൽ, ഒരു ഭക്തനോടുള്ള ഭഗവാന്റെ സ്നേഹം അമിതമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്നേഹം നമുക്കും ഉണ്ടാകണം, ഉണ്ടാകട്ടെ, ഉണ്ടാക്കിയെടുക്കണം. എടുക്കണോ? വേണോ? വേണ്ടേ? വേണം. ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഭഗവാനുമായിട്ട് ഉണ്ടാകേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൗന്ദയ പ്രതിജാനേഹി നമേ ഭക്തിയ പ്രണശ്യതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ഒരു റിലേഷൻഷിപ്പ് കൃത്യമായി സ്ഥാപിച്ചെടുക്കണം. വേണോ? വേണോ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? അവിടെയാണ് ഇന്നലെ പ്രഭുപാദരുടെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കാനിടയായി. ഞാനത് വായിക്കാം. ശീല പ്രഭുപാദ പറയുകയാണ്, ഇൻ ദ ചൈതന്യ ചരിതാമൃത, Srila Krishnadasa Kaviraja Goswami explains that there is a gulf of difference between the loving affairs of the gopis with Krishna and the ordinary lustful dealings of human beings. എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ പ്രഭുപാദര ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്! എന്ത് രസമാണ്! ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നമ്മളുടെ അടുത്ത് വിശദീകരിക്കുന്നതാണ്. എന്താണ്? നമ്മുടെ കാമവും ക്രോധവും അസൂയയും
ഒക്കെയുള്ള പൊള്യൂറ്റഡ് മൈൻഡായിട്ടുള്ള നമ്മളുടെ ഭക്തിയും ഗോപികമാരുടെ ഭഗവാനോടുള്ള സ്നേഹവും തമ്മിൽ ഒരു കടലോളം വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്, വിടവുണ്ട്. So he has compared the gopis' love for Krishna to gold and our so-called love here to iron. ഇത്ര രസമായിട്ടാണ് ഉദാഹരണം കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഗോപികമാരുടെ ഭഗവാനോടുള്ള സ്നേഹം സ്വർണവും നമ്മളുടേത് തുരുമ്പ് പിടിച്ചതുമാണ്. ആണോ? അതെ അതെ. ഭഗവാനെ As there is a great difference between gold and iron, there is a great difference between the loving affairs of the gopis with Krishna and the mundane, lusty affairs between men and women or boys and girls. Love and lust are never equal. Love and lust are never equal. നമ്മൾ പറയത്തില്ലേ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുന്നു? ഇല്ല, അത് പ്രണയമല്ല, ലസ്റ്റാണ്. ആണോ അല്ലേ? പ്രേമം ഹൃദയത്തിൽ നിന്നും, സോക്കാൾഡ് പ്രേമം ശാരീരിക ആകർഷണത്തിൽ നിന്നും. അതൊരു പക്ഷേ ചിരിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തരം പ്രവൃത്തികളിൽ നിന്നായിരിക്കാം. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തരം സ്വാധീനം, അല്ലേ? ആണോ അല്ലേ? ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലക്ഷ്യം, ഹൃദയത്തിൽ നിന്ന് സ്നേഹവും. അതിനെ പ്രേമം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ സോ കാൾഡ് യൂത്ത് പ്രേമം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളും പ്രേമം എന്ന് പറയുന്നു. പ്രേമം അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. അത് നിഷ്കളങ്കമായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം, അലൗകികമായിരിക്കണം. ആണോ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ആ അവതാരത്തിന്റെ ഭാഗം എടുത്തായിരുന്നു? എടുത്തു പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചാട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർദശം നാരസിംഹം വിപ്രദൈത്യേന്ദ്രമൂർജിതം ദദാർ കരജൈരുരാവേരകാം കടക്യധൃത്യ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ. അവതാരത്തിൽ ഭഗവാൻ നരസിംഹദേവനായി പ്രത്യക്ഷപ്പെടുകയും നാസ്തികനായ ഹിരണ്യകശിപുവിന്റെ ദൃഢശരീരത്തെ ദാരുകർമ്മൻ ഈറ വിളർക്കുന്ന ലാഘവത്തോടെ തന്റെ കൂർത്ത നഖങ്ങളാൽ ഹരേ കൃഷ്ണ. വിവർത്തനം ഒരുപാട്, ഭാവാർത്ഥം ഒരുപാടുണ്ടോ? ഇല്ല പ്രഭു, ഇതിനകത്ത് ഭാവാർത്ഥം വരുന്നില്ല. ഭാവാർത്ഥം ഇല്ല. ഓക്കെ, ശരി. ദശാവതാര സ്തോത്രം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ആർക്കും അറിയാമോ ദശാവതാര സ്തോത്രം ചെല്ലാൻ? ഞാൻ ചൊല്ലട്ടെ പ്രഭു? ചൊല്ലിക്കോളൂ. ആദ്യം തൊട്ട് വേണോ, അതാ ഈ ഭഗവാന്റേത് മാത്രം വേണോ? ആദ്യം തൊട്ടങ്ങ് ചൊല്ലിക്കൂ, കുഴപ്പമില്ല. ശബ്ദമൊന്നും ശരിയാവില്ല, ബുക്ക് എടുത്തോട്ടെ. ഒരു സെക്കൻഡ് പ്രഭു. മാതാജി ദശാവതാരത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് സുധാ മാതാജി. ഹരേ കൃഷ്ണ. അതിനിടയ്ക്ക് ഇന്ന് പട്ടാഴിയിലോ കൊല്ലത്തൊക്കെ പ്രോഗ്രാം ഉണ്ടോ വൈകിട്ട്? ഉണ്ട്. കൊല്ലത്തുണ്ട്. കൊല്ലത്തുണ്ട്, പട്ടാഴിയിലില്ല. പട്ടാഴിയിലില്ല. കൊല്ലത്ത് എത്ര മണിക്ക്? ഉച്ചയ്ക്കാണ് പ്രഭു. ഉച്ചയ്ക്ക്. ഓക്കെ, അതുകൊണ്ടാണ് പട്ടാഴിയിലുള്ളത്. ഓക്കെ, ശരി. പട്ടാഴിയിലുള്ള ഭക്തജനങ്ങൾ അവിടെ വരും. അതെ, വെരി ഗുഡ്. ഉച്ചയ്ക്ക് എത്ര മണിക്കാ? ഉച്ചയ്ക്ക് 1 മണിക്ക്. 1 മണി തൊട്ട്? അല്ലല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന 11 മണിക്ക്. നമ്മളെ ഈ അർച്ചന ചെയ്യുന്നത് 1 മണിക്ക്. ഉച്ചയ്ക്ക് രാവിലത്തെ സത്സംഗത്തിന്റെ കൂടെ അല്ലേ? അതെ, രാവിലത്തെ സത്സംഗം.
പ്രഭു വായിക്കട്ടെ. പ്രഭു ശ്വാസം കിട്ടില്ല, ചെറുതായിട്ടൊന്ന് പറയാൻ നോക്കാം. നമോ ഭഗവതേ വാസുദേവായ. പ്രളയ പയോധി ജലെ ധൃതപാനസിവേദ വിഹിത വഹിത്ര ചരിത്രമഹേദം കേശവാധൃത മിനശരീര ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. ശ്രീധീരതി വിപുലതരെ തവ തിഷ്ടതി പൃഷ്ഠേ ധരണി ധരണ കിണ ചക്രഗരിഷ്ഠേ കേശവാധൃത കജപരൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. വസതി ദശന ശിഖരെ ധരണിതവലഗ്ന ശശിനികലങ്ക കലേവ നിമഗ്ന കേശവാധൃത സുകരരൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. തവ കരകമലവരെ നഖമദ്ഭൂത ശൃംഗ ദലിത ഹിരണ്യ കശുബുധനു ഭൃംഗ കേശവാധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. ചലയസി വിക്രമണ ബലിമദ്ഭൂതവാമന പദനഖ നീരജ നിധജന പാവന കേശവാധൃത വാമന രൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. ക്ഷത്രിയ രുധിരമയ ജഗത പഗതാപം സ്നഭയസി പയസി ശമിത ഭവതാപം കേശവാധൃത ഭൃഗുപതി രൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. വിതരസി ദിഷുരണ ദിക്പതി കമനീയം ദശമുഖ മൗലി ബലിം രമണീയം കേശവ വേഷ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. വഹസി വപുഷി വിശദേ വസനം ജലദാഭം മിലിതയമുനാവം കേശവാധൃത ഹലധര രൂപ ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. നിന്ദസി യജ്ഞവിദ രഹശ്രുതി ജാതം സദയ ഹൃദയ ദർശിത പശുഘാതം കേശവാധൃത ബുദ്ധ ശരീര ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. മ്ലേച്ഛ നിവഹ നിധന കലയസി കരവാ വാധൃത കൽക്കി ശരീര ജയ ജഗദീശ ഹരേ ഹരേ മുകുന്ദ ജയ ദേവദേശ ഹരേ. ശ്രീ ജയദേവ കവേ രിധമുദിതമുദാരം ശൃണു സുഖദം ശുഭദം പവസാരം കേശവാധൃത ദശവിധ രൂപ ജയ ജഗദീശ മുകുന്ദ ജയ ജഗദീശ ഹരേ. വേദാനുത്തരദേ ജഗനിവഹദേ ഭൂഗോളമോത്തിപ്രദേ ദൈത്യം ധാരയതേ ബലിം ചലയതേ ക്ഷേത്രക്ഷയം കുർവദേ പൗലസ്ത്യം ജയദേ ഹലം
കലയതേ കാരുണ്യമാദന്വതേ മ്ലേച്ഛാൻ മൂർച്ഛയുതേ ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അങ്ങനെ ജയദേവ കവികള് അവിടെ അവസാനം കൃഷ്ണനെ കൊണ്ട് നിർത്തി വച്ചിരിക്കുക അവതാരിയായിട്ട്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നമ്മൾ ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, റിവേഴ്സായിട്ട് മനസ്സിലാക്കുന്നു, അല്ലേ? ശരിയല്ലേ പറഞ്ഞു? ഈ അവതാരങ്ങളിലുള്ള ഒന്നായിട്ടാണ് കാണിക്കുന്നത്. ഇതിനെല്ലാം ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് നോക്കൂ, നരസിംഹ അവതാരത്തെ അല്ല പ്രഹ്ലാദ മഹാരാജ് പ്രാർത്ഥിച്ചത്. ആണോ? അല്ല 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 ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാനെയായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആ കൃഷ്ണമന്ത്രം കൊണ്ടൊന്ന് തന്നെ എല്ലാ അവതാരങ്ങളും തൃപ്തിപ്പെടും എന്ന് മാത്രമല്ല, അവതാരങ്ങൾ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഭക്തനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അവതാരത്തിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ വരണം എന്നുള്ളത് ഭക്തനാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മളെ നരസിംഹ ഭഗവാൻ വന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ മത്സ്യമായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കണം എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ഇല്ല. ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ ഷെഡ്യൂൾ ചെയ്തോളും, ഏത് രീതിയിൽ എങ്ങനെ വരണമെന്നുള്ളത്. മനസ്സിലാവുന്നില്ല? ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പം നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. ആണോ അല്ലേ? ഹരേ കൃഷ്ണ. പഞ്ചാകൽപ്പതരൂഭ്യശ്ച കൃപാസിന്ധൂഭ്യോ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാക്ഷാൽ നരസിംഹ ഭഗവാന്റെയും സംരക്ഷണം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.